ഇതെന്ത് അമ്പോ അതിന്റെ ലെഫ്റ്റിലൊക്കെ എന്തിനപ്പാ അത്? ഇവിടെ എന്റെ അമ്മ ഇതെന്തൊരു സാധനം. ഇവിടെ ടോട്ടൽ പ്ലെയർ കൗണ്ട് ഒക്കെ നോക്കുന്നത് എങ്ങനെയാ? ടോട്ടൽ പ്ലെയർ കൗണ്ട് ഇപ്പൊ ആരും ഇല്ലല്ലോ. അല്ല കുറച്ചുപേരല്ലേ കേട്ടിട്ടുള്ളൂ. അതാ പറഞ്ഞ അങ്ങനെ നോക്കുന്നത് അതൊക്കെ എങ്ങനെയാ? എവിടെയാ പ്ലെയർ കൗണ്ട് അല്ലേ? അതുപോലെ സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി, സൈറ്റിൽ കാണിക്കും. വണ്ടി കൊണ്ട് അറിഞ്ഞൂടാ, ചുമ്മായിരുന്ന പറയണൊക്കെ. ഒന്ന് നമുക്കൊരു ബോക്സിംഗ് മാച്ച് സെറ്റ് ചെയ്യാം, ഒരു കല്യാണം സെറ്റ് ചെയ്യാം. ഒരു സെക്കൻഡ്, ഇപ്പൊ മറ്റേ കല്യാണത്തിന്റെ സ്റ്റേജ് ക്രിയേറ്റ്. എന്റെ കല്യാണം തന്നെ ആദ്യം വേണം നടത്താം. എന്ത് പറ്റി വാസുവിന്? അല്ല എന്റെ കല്യാണം വേണേ ആദ്യം തന്നെ നടത്താം ഫസ്റ്റ്. വാസുവിനെ പെണ്ണ് വേണ്ടേ? കാർലോ വന്നോ? സിറ്റി കയറിയോ? അടൂർ അങ്ങോട്ട് ചെല്ല്. ഇങ്ങോട്ട് വിളിച്ചോണ്ടാ മതിയാ? അല്ല കാറിലെ ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് കാണിച്ചു കൊടുക്കാം. ആന്നോ? കാറിലാണ് വിളിച്ചു. അല്ല പുള്ളി മറ്റേ എക്സ്പ്ലോർ ചെയ്തായിരുന്നു അടൂർ. ഇതൊന്നും എവിടാന്ന് അറിയത്തില്ല, എനിക്ക് വലിയ കിട്ടിയ ആണോ? പോയി നോക്കട്ടെ. നോക്കിട്ടോ. ബ്രോ ഇത് നമുക്ക് ഗ്യാങ് ഹൗസ് സെറ്റ് ആക്കി. ഇതാണ് നമ്മുടെ മുതുക്ക്. അമ്പോ അതിന്റെ ലെഫ്റ്റിലൊക്കെ എന്തിനപ്പാ അത്? ഏതാ? അവിടെ എന്തോ ഒരു വലിയ മറ്റേ ഉണ്ട പോലെ. അത് ഡോമ്. മുതുക്കില് ഇവിടെ നിർത്തിയപ്പോ ജസ്റ്റ് നിർത്തിയേ. നിർത്തി. ഡമ്പല് വണ്ടി കൊള്ളാലേ. ഇങ്ങനുണ്ട്. മുതുക്ക് കൊള്ളാം പാപ്പ, റെഡി സെറ്റാണ്. ഇഷ്ടപ്പെട്ടാ? മുതുക്ക് സെറ്റാണ് പാപ്പ. മുതുക്ക് ഇതാവുമ്പോ ഇതിനകത്തൊന്നും വണ്ടി ഓടിച്ചിറക്കാനൊന്നും പറ്റൂലല്ലോ. ഇല്ല പറ്റത്തില്ല. അതായത് നമ്മള് വണ്ടി വെച്ചിട്ട് പറ്റും, പക്ഷെ ഇത് ലോക്ക് ചെയ്ത് വെക്കും. അതായത് പീടിക്ക് മാത്രമേ ഇത് തുറന്ന് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഓക്കെ മനസ്സിലായി. കൊള്ളാം പാപ്പ, മുതുക്ക് കൊള്ളാം, സെറ്റാണ്. ഇതാണ് മുതുക്ക്. അതായത് ഇത് എന്തിനെങ്ങനെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നേരത്തെ കത്തല് ഭയങ്കര കൂടുതലായിരുന്നു. അതായത് പ്ലേയേഴ്സിന് FPS ഡ്രോപ്പ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളില്ലായിരുന്നു. മനസ്സിലായി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഈ പറയുന്നത് പോലെ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒറ്റ കാര്യമുള്ളൂ, നാളെ എന്തെങ്കിലും എടുത്തു കളയുന്ന സമയത്ത് ഈ സീറ്റ് ബെൽറ്റ് അങ്ങ് എടുത്തു കളയാം അപ്പ. വലിയ ഒരുപാട് വട്ടം പറഞ്ഞിട്ട് വേണ്ടി ചത്തിട്ടുണ്ടല്ലേ? പോലെ എന്റെ അമ്മ ഇതെന്തൊരു സാധനം. ഇത് നമ്മുടെ TKRPയിലുണ്ടായിരുന്ന ആഷ് ഇല്ലേ, ആഷ്, അവനുണ്ടാക്കിയ സാധനം. ഇത് ഉണ്ടാക്കിയതാണോ? ഇതുണ്ടാക്കിയതാ. കിട്ടില്ലല്ലേ? ഇതിപ്പോ ഇവിടെ എന്തായിട്ടാണ് ചെയ്യണ? ഇപ്പൊ ഇവർ റിപ്പയർ അല്ലേ ഇവിടെ റിപ്പയർ ഇല്ല. റിപ്പയർ അപ്പൊ എങ്ങോട്ട് മാറ്റി? റിപ്പയർ ഇങ്ങോട്ടോ അല്ല, നമുക്ക് മാറ്റാം. ഇതിന്റെ അപ്പൊ മുതുക്കിന്റെ അടുത്തൊരു റിപ്പയർ കൊണ്ടുവരണം. അപ്പൊ അല്ലേ ഇതാ സീനാണ്. വരും. നമ്മളിപ്പോ റിപ്പയർ ഇട്ടിട്ടില്ല. വരാത്തോണ്ട് റിപ്പയർ ഇട്ടിട്ടില്ല. റിപ്പയർ വരുമ്പോഴത്തേക്ക് ഇതിന്റെ അകത്തോട്ട് വല്ലതും വരും. കണ്ട ഞാനിപ്പോ എന്താ വണ്ടിക്കകത്ത് ഇറക്കാന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റ് ഉള്ളവരെ ഓർത്തില്ല. 5 വട്ടം F ഞെക്കി. ഈ ക്യാരക്ടറിന്റെ കയ്യിൽ ഡമ്പൽ ഇരിക്കുന്ന പോലെ എന്റെ കയ്യിൽ ഇപ്പൊ F ബട്ടൺ എന്റെ കയ്യിലിരിക്കുക. മനസ്സിലായ? എന്തിന് പറയാൻ. ഞാൻ കാറിൽ വന്നത് തിരക്കാൻ. ഫ്രണ്ടിലോട്ട് ഇതൊന്ന് നോക്കി വെക്കാം. അപ്പൊ പറ. കയ്യിൽ ഒരു തരത്തിൽ പോലെ. അപ്പൊ സ്പീഡ് ക്യാം ഉണ്ടോ ഇവിടെ ഇപ്പം? ഹലോ, സ്പീഡ് ക്യാം ഉണ്ടോ? സ്പീഡ് ക്യാം ഇതുവരെ ഇല്ല. ഇവിടെ ടോട്ടൽ പ്ലെയർ കൗണ്ട് ഒക്കെ നോക്കുന്നത് എങ്ങനെയാ? ടോട്ടൽ പ്ലെയർ കൗണ്ട് ഇപ്പൊ ആരും ഇല്ലല്ലോ. അല്ല കുറച്ചുപേരല്ലേ കേട്ടിട്ടുള്ളൂ. അതാ പറഞ്ഞ അങ്ങനെ നോക്കുന്നത് അതൊക്കെ എങ്ങനെയാ? എവിടെയാ പ്ലെയർ കൗണ്ട് അല്ലേ? അതുപോലെ സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി, സൈറ്റിൽ കാണിക്കും.
വണ്ടി നിങ്ങൾക്ക് കൊണ്ടേ അറിഞ്ഞൂടാ, ചുമ്മാ ഇരുന്ന പറയണൊക്കെ വാസുമനെ അറിയാവുന്ന ആളാണെങ്കിൽ പറഞ്ഞു വിട്ട്. അല്ല അങ്ങനല്ല, ബഡ്ജറ്റ് കൺസ്ട്രെയിൻ കാരണം ആ സാധനം ഇല്ല. ഇല്ലല്ലേ, എല്ലാം ബാക്കി വന്നപ്പോ കാശ് തീർന്നു പോയി. കാശ് തീർന്നായി. പുതിയ സെർവർ ഉണ്ടാക്കി എത്ര രൂപ എന്നാലും ഇത് ഇങ്ങനെ മാറ്റിയപ്പോ? ഇത് നമുക്ക് മിനിമലിസ്റ്റിക് സ്പെൻഡിങ്, വണ്ടിക്ക് മാത്രം എത്ര പറഞ്ഞാൽ മതിയോ? വണ്ടിക്ക് എത്രയായി എല്ലാം കൂടെ? നമുക്ക് ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് ഒരു 40 രൂപ, ഡിസ്കൗണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഒരു 80,000 രൂപ അടുപ്പിച്ചായത് വണ്ടിക്ക് മാത്രം. 40,000 പറ്റിയല്ലേ പറയുന്നേ? അതെ 40,000 രൂപ പുതിയ വണ്ടികൾക്ക്. സ്ക്രില്ലക്സ് ബ്രോ താങ്ക് യു സോ മച്ച്. പിന്നെ സ്ക്രിപ്റ്റുകൾ ഞാൻ 1:20 വരെ കണക്ക് വെച്ച് അത് കഴിഞ്ഞപ്പോ നിർത്തി. 1,20,000 രൂപ അവിടെ വരെ കണക്കുണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോ ഞാൻ കണക്ക് നിർത്തി. സൂപ്പർ. ഇന്നലെ ഒരു സുനാമി ഒന്നില്ലായിരുന്നു, അതിന് മാത്രമുണ്ട് 6,000 രൂപ. ഇന്നലെ വന്ന സുനാമിക്ക് 6,000 രൂപ. ഓക്കെ എടാ, സ്കിൽ ഇൻക്രീസിങ് അല്ലല്ല അപ്പൊ ഈ സ്കിൽ ഇൻക്രീസിങ് ഗ്യാങ് ഹൗസിൽ വരുമോ? ഇല്ലല്ലോ. സ്കിൽ ഇൻക്രീസ് ഈ സ്കില്ല് ഗ്രൈൻഡ് ചെയ്യണത് ഗ്യാങ് ഹൗസിനകത്ത് വരത്തില്ലല്ലോ. ഇല്ല പബ്ലിക് ആയിട്ടല്ലേ ഉണ്ടാവുള്ളൂ. പബ്ലിക് ആയിട്ടുണ്ട്. പബ്ലിക് ആയിട്ട് മതി. അതാകുമ്പോ അവിടെ പോയിരുന്ന് ഈ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അടിയൊക്കെ ഉണ്ടാക്കാം, വള്ളിയൊക്കെ എടുക്കാം. ഗ്യാങ് ഹൗസിലാണെങ്കിൽ സേഫ് സോൺ ആയിട്ട് പ്രഖ്യാപിക്കാം. അത് സേഫ് സോൺ വേണ്ട, അത് വേണ്ടേ? പിന്നെ സേഫ് സോൺ ഇത് എന്തിന്? വാസുമനെ ഇതാണ് ശരിക്കും പറഞ്ഞ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ കറന്റ്ലി 2 സാധനങ്ങൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ഒരു കമാൻഡില്. ഒന്ന് നമുക്കൊരു ബോക്സിംഗ് മാച്ച് സെറ്റ് ചെയ്യാം, ഒരു കല്യാണം സെറ്റ് ചെയ്യാം. ഒരു സെക്കൻഡ്, ഇപ്പൊ മറ്റേ കല്യാണത്തിന്റെ സ്റ്റേജ് ക്രിയേറ്റ്. എന്റെ കല്യാണം തന്നെ ആദ്യം വേണം നടത്താം. എന്ത് പറ്റി വാസുനെ? അല്ല, എന്റെ കല്യാണം വേണേ ആദ്യം തന്നെ നടത്താം ഫസ്റ്റ്. വാസുവിനെ പെണ്ണ് വേണ്ടേ? അപ്പാ ഇപ്പൊ അതൊക്കെ പണ്ട് ഒന്ന് വിരലിനടിച്ചാ വരും, 1 2 ലാസ്റ്റ് അവിടെ വെച്ചാണ് കറണ്ട് പോയത്. അവരെ വേറെ ആരെങ്കിലും കൊണ്ടുപോയോന്ന് പോലും അറിയത്തില്ല, ഒരു പിടുത്തവും ഇല്ല. അവര് കമ്മിറ്റഡ് ആയോ, അവര് സിറ്റിയിലുണ്ടോ, അവർക്ക് ആൺചെറുക്കനായോ ഒന്നും അറിഞ്ഞൂടാ. താര ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ കൊച്ചിന്റെ പേരെന്തായിരുന്നു? ഡേസി. അല്ല അപ്പൊ പറ. ഞാനിപ്പോ ഇവിടെ മറ്റേ സ്റ്റേജ് സെറ്റ് ആക്കി തരാം. വാസുമൻ റെഡി അല്ലേ കല്യാണം കഴിക്കാൻ? ഓ സ്റ്റേജ് സെറ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോ കണ്ടിട്ട് തന്നെ കെട്ടാൻ തോന്നുന്നു. അങ്ങനെ ഉടനെ കെട്ടരുത്, അതൊക്കെ ഇത് പള്ളിയിൽ വെച്ച് നിൽക്കുന്ന സ്ഥലമാ, കെട്ടുന്നതിനപ്പുറത്താ. കെട്ടുന്നതിനപ്പുറത്തല്ലേ? ഒരു ബട്ടണില് ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂടാ, അല്ലാത്തപ്പോ ഇറങ്ങി പോകുമ്പോ ഇത് മാറ്റി വെക്കാൻ പറ്റും. ഇത് പിന്നെ മാറ്റം ഒരെണ്ണം കൂടെ മതി, മറ്റേ ബോക്സിംഗിന്റെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടോ? സിറ്റ് ഡൗൺ ഉണ്ട് കേട്ടാ, സിറ്റ് ഡൗൺ ഉള്ള സാധനമാണ്, എല്ലാത്തിലും ഇരിക്കാം കേട്ടാ. ഇതാണ് ബോക്സിംഗിന്റെ. നെഞ്ചുലച്ചേ എന്റെ നെഞ്ചുലച്ചേ 5 രൂപ മഞ്ചു പോലെ പുഞ്ചിരിച്ചേ പുഞ്ചിരിച്ചേ. ഡമ്പലിനടിക്കട്ടെ കേരെ. ലെവൽ അപ്പ്. യു ഹാവ് റിസീവ്ഡ് പേ ചെക്ക് ഓഫ് $10,000. പിന്നെ 10,000 രൂപ. അതെന്തോ അപ്പാപ്പനെ ഇടിച്ചപ്പോ? എന്താ സാറേ? അപ്പാപ്പനെ ഇടിച്ചപ്പോ എന്റെ സ്കിൽ ലെവൽ അപ്പെന്ന് പറഞ്ഞ് കാണിച്ച്. അതിപ്പോ ഇടിച്ചില്ലേ, അപ്പൊ പഞ്ച് ചെയ്യുമ്പോ സ്കില്ല് കൂടും, ഓടുമ്പോ സ്കില്ല് കൂടും, വണ്ടി ഓടിക്കുമ്പോ സ്കില്ല് കൂടും. പഞ്ച് ചെയ്യുമ്പോ സ്കില്ല് കൂടുവോ? ഇല്ല. അയ്യോ അത് കൊള്ളാലേ. ഓക്കെ സെറ്റ്. കാര്യം മനസ്സിലായി. ഇതില് ഒരു സാധനം കൂടെ ഉണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ട ആക്ച്വലി, അത് കാണിച്ചു തരാം. നാളെ നമ്മുടെ ടൂർണമെന്റ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ് കേട്ടാ. നാളെ ടൂർണമെന്റ് ഞങ്ങളുടെ കളി ഉണ്ടെന്ന് തോന്നുന്നു. നാളെയാണോ മറ്റന്നാളാണോ? നാളെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ POV ലൈവ് വരാവേ. 2 ദിവസം എടുക്കും ഗൈസ് ഈ സെർവർ ഒന്ന് സെറ്റ് ആവാൻ, ഗ്യാങ് ആക്ടിവിറ്റി എല്ലാം വരാൻ. നാളെ ഇല്ല നമുക്ക്. ഇത് വേണ്ട, അപ്പുറത്ത് വഴി പോവാം.
എനിക്ക് ഇതില് ഇഷ്ടപ്പെട്ട ഒരു സാധനം കേട്ടോ, കാണിച്ചു തരാം. ഡൂം ബാങ്ക് POV ലൈവ് വേണ്ടാന്നോ? അത് കുഴപ്പമില്ല, ഞാൻ ഡിലീറ്റ് സ്ട്രീം ചെയ്തോളാം. ജയിക്കാൻ വേണ്ടി ആര് കളിക്കണം? ഓടിയപ്പോ എനിക്ക് സ്കിൽ ലെവലപ്പ് ആയി കേട്ടോ, ഞാൻ ലെവൽ 2 ആയി. ഞാൻ ലെവൽ 2 ആയി ഓൾറെഡി. അതല്ലേ ഞാൻ പറഞ്ഞേ, ലെവൽ 2 ആയപ്പോഴാണ് എനിക്ക് 10,000 കിട്ടിയത്. വാസുവിനെ ഈ ഇടത്തോട്ട് കയറിയോ, അക്വേറിയം. ഡോം അക്വേറിയം. മറ്റൊരു ഉറപ്പായിട്ട് ഗൈസ്, ഈ ടൂർണമെന്റ് ഞാൻ ജയിക്കാൻ കളിക്കുമല്ല ഗൈസ്. ഞാൻ ഇവന്മാരെ ചുമ്മാ ഫൈറ്റ് എടുപ്പിക്കാൻ വേണ്ടി കളിപ്പിക്കണത്. ഞാൻ ഈ ടൂർണമെന്റ് ജയിക്കാനൊന്നും കളിക്കണില്ല, സീരിയസ് ആയിട്ടൊന്നും കളിക്കണേ ഇല്ല. ഞാൻ അവന്മാരത് ചുമ്മാ അടിച്ച് കളിച്ചോളാൻ പറഞ്ഞോണ്ടിരിക്കുക. നമ്മൾ ചുമ്മാ അടിച്ച് സംസാരിച്ച് ചുമ്മാ തമാശയൊക്കെ പറഞ്ഞ് കളിച്ചത് ടൂർണമെന്റ്. അത് അത്ര സീരിയസ് ആയിട്ട് കളിച്ച ടൂർണമെന്റ് ഒന്നും അല്ല. അമ്പോ താഴെ ഡോൾഫിനാ. ഓ ഇത് താഴെ എത്താൻ തന്നെ നോക്ക്. ഓ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, ഞാൻ ഇത് കണ്ടില്ല. ഞാൻ കുറച്ച് താഴെ ആയിരിക്കുന്നത്. ഇത് ദുബായ് മാള്. അപ്പൊ ഇത് ദുബായ് മാള്. ടൂറിസ്റ്റൊക്കെ പോണേ, ഡോൾഫിൻ വെള്ളം അടിച്ച് നേരത്തെ ഇടുവേ. ആണോ? ഇതിന് കുസൃതിയാ. ഡോൾഫ് ഇറങ്ങാനൊന്നും പറ്റില്ലല്ലേ? ഇല്ല ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ നിന്ന് കാണാം, അത് മാത്രമേ പറ്റുള്ളൂ അല്ലേ? അതെ അതെ അതെ. ഗ്രാഫിക്സ് കാണാൻ അടിപൊളിയായിരിക്കും. നല്ല ഗ്രാഫിക്സ് കാണാൻ അടിപൊളിയായിരിക്കും. എന്താ പാപ്പ? നമുക്കിനി പെട്ടെന്ന് വെളിയിലോട്ട് എല്ലാം നടന്ന് ബുദ്ധിമുട്ടണ്ട. വാ നമ്മ പെട്ടെന്നല്ല വാ. സമയങ്ങളുണ്ടാവും. ഡേറ്റിംഗ് സ്പോട്ട്. അതെ 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 അതെ. കുറെ RP ഉള്ളതെന്നാ അത് കുറെ ഉണ്ടാ എടാ ഇവിടെ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഒന്നും ഇല്ലെങ്കിലും ഇവിടെ RP ചെയ്യാൻ കുറെ പേരുണ്ട്. ഇവിടെ ഇനി ഇതിപ്പോ ഇതൊന്നും വന്നില്ലെങ്കിലും RP ചെയ്യാൻ കുറെ പേരുണ്ട്. മനസ്സിലായ? അതൊക്കെയാണ് ഇവിടുത്തെ കപ്പിൾ സ്പോട്ടുകളാവാൻ പോകുന്ന ഭാവിയിലെ സ്ഥലങ്ങൾ. അതൊക്കെ എന്തിനു നമ്മൾ കാണണം അപ്പാ? അതൊക്കെ റിലേഷൻഷിപ്പ് ഉള്ളവരെ എക്സ്പ്ലോർ ചെയ്യട്ടെ. വാസുവിനെ ഈ ഒരു ലുക്കില് എന്തായാലും വാസുവിന്റെ പെണ്ണ് സെറ്റ് ആവുന്ന മനസ്സ് പറയുന്നുണ്ട്. റേഡിയോ ഉണ്ടോ പാപ്പ? ഒരു റേഡിയോ തന്നെ എനിക്ക്. റേഡിയോ തന്നെ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. റേഡിയോ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞാൽ മേടിക്കാം കേട്ടോ. എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ. ഒരു 10 കോടി രൂപ തന്നെ അത് എങ്ങനെ ഉണ്ടാവും, കയ്യിൽ എത്ര ക്വാണ്ടിറ്റി ആയിട്ട് ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിട്ടാ. 10 കോടി അല്ലേ വാസുവിനെ? കയ്യിലിരിക്കാൻ പറ്റത്തില്ല 10 കോടി. 1 കോടി കൂടുതൽ കയ്യിരിക്കത്തില്ല. ആണല്ലേ? ഓക്കെ. അതെ, അത് ഇന്നത്തെ മാത്രം സ്പെഷ്യൽ, നാളത്തേക്ക് മാറും. റേഡിയോ വിഷയം ഇതിന്റെ അകത്ത് 66.6 ലോക്ക് 500. 81 പാസ്വേഡ് ഉണ്ടാ? ഇല്ല, നമുക്ക് വേണമെങ്കിൽ പാസ്വേഡ് ഇടാം. അത് കേറിയിട്ട് 81 ഇട്ടിട്ട് പാസ്വേഡ് ഇപ്പൊ 1 2 3 ഇട്ടോ കണക്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൽ കണക്ട് ആയി. യൂസർ 1 യൂസർ 2. അപ്പൊ സംസാരിച്ച എന്തേലും ഹലോ ഹലോ കേക്കാവോ? കേക്കാവോ? ഞാൻ പറഞ്ഞ കേക്കാവോ? ഓ ക്രിസ്റ്റൽ ക്ലിയർ. ഹലോ 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 ഹലോ. ഓ മൈക്ക് സംസാരിക്കുമ്പോ മൈക്കിന്റെ ഐക്കണും റേഡിയോ സംസാരിക്കുമ്പോ ലെഫ്റ്റിലെ റേഡിയോയുടെ ഐക്കണും വരുന്നുണ്ട്. പക്ഷെ യൂസർ 1 2 3 എന്നാ കാണിക്കുന്നേ. യൂസർ 1 2 3 കാണിക്കുന്ന വെച്ചാല് നമുക്ക് പേര് എഡിറ്റ് ചെയ്യാൻ തോന്നുന്നു റേഡിയോക്കകത്ത് തന്നെ. ആണോ? നോക്കട്ടെ. ഇത് മാത്രമല്ല വാസവനെ, നമുക്കേ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു റേഡിയോയിലൂടെ കണക്ട് ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം. അതറിയോ? അതെ, സെറ്റിംഗ്സിലുണ്ട്. സെറ്റിംഗ്സില് യൂസർ നെയിം എന്ന് പറയുന്ന സാധനം കണ്ടോ, പേര്, അത് മാറ്റിയാ മതി. യുവർ നെയിം ഇൻ ഫ്രീക്വൻസി. ഓക്കെ ഓക്കെ ഓക്കെ. കളർ സെലക്ട് ചെയ്യുന്ന താഴെ വാസു. കളറൊക്കെ സെലക്ട്. കളർ എങ്ങനെ കാണിക്കണമെന്നോ? വൈറ്റ് മതി. റെഡ് മതി. അതല്ല, മറ്റേ ഐക്കൺ മാറ ഷോപ്പിരിക്കുന്നതല്ലെന്ന് തോന്നുന്നു. അമ്പോ അത് കൊള്ളാം കേട്ടോ. ഇതെന്താ ഇടക്കിടക്ക് പാട്ട് കേൾക്കുന്ന? എന്താ പാട്ടിട്ടുണ്ടോ വാസവൻ? അപ്പൊ ഇതെന്താ പാട്ട് കേൾക്കണേ? പാട്ടോ?
എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. അത് GTA മ്യൂസിക് ഓണാക്കിയിട്ടേക്കാണോ വാസവൻ? അല്ല മ്യൂസിക് വോളി എത്ര കിടക്കുന്നേ? GTA മ്യൂസിക് വോളി നിങ്ങൾക്ക് പാട്ട് കേൾക്കുന്നില്ലേ? ഇപ്പൊ നിന്നില്ലേ പാട്ട്? ആ നിന്ന്. അത് GTA മ്യൂസിക് വോളി ഓണാ, അതുകൊണ്ട് അത് ഓഫ് ചെയ്താൽ മതി. ഓഡിയോ മ്യൂസിക് റെഡിയായോ? ആ ഞാൻ മ്യൂസിക് കൂടെ ഓഫ് ചെയ്ത്. ആ ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ ഇവിടുത്തെ തോക്ക് എങ്ങനെയാണ്, ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ പറ്റുമോ? പിന്നെന്താ അത് തോക്കോട്ടം കൊടുത്ത്. അപ്പൊ പുതിയതായിട്ട് മറ്റേ ഹീലിങ്സും ഇതായിട്ട് എന്താ വന്നേക്കുന്നേ? അത് ബ്രോ മറ്റേ ഹീലിങ്സിന്റെ ഓർമ്മ കൊടുത്ത് പോഷൻ. ഞാനാണെങ്കിൽ അപ്പൊ ഇന്ന് എനിക്ക് ധൃതിയൊന്നുമില്ല. എനിക്കൊരു 1000 എണ്ണം വെച്ച് രണ്ടും തന്നാൽ ഞാനാണെങ്കിൽ രാത്രിയിലൊക്കെ ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ബഗ്ഗൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ രാത്രി റിപ്പോർട്ട് ചെയ്യാം. ഓരോന്ന് വെച്ച് തരാം. അല്ല 1000 എണ്ണം തന്നാലേ ഞാനിങ്ങനെ അടിച്ചടിച്ചടിച്ചൊക്കെ കിടക്കിടക്കൊക്കെ എന്തെങ്കിലും വല്ല ബഗ്ഗോ വല്ലതും വരുന്നുണ്ടെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യാം. അത് അടിപൊളി ചോയ്സ് ആണ്. അതെ അതെ അതെ. അങ്ങനെ ഒഫീഷ്യൽ ബേറ്റ ടെസ്റ്റർ അല്ലേ എന്തായാലും ഞാൻ. അല്ല നമ്മൾ എന്തായാലും മാറ്റുമല്ലോ, സാധനം മാറ്റില്ല. ഇപ്പൊ കുഴപ്പമില്ല, ആരും 1000 കൊടുത്തരും. എന്താ പറയുക സാധനം? വേണ്ട വേണ്ട, 2 മതി. Can you hear me? Radio. Hello. Audible. Over. ആ റേഡിയോയുടെ സൗണ്ട് കൊള്ളാം കേട്ടാ. റേഡിയോ ലിസ്റ്റ് എടാ, റേഡിയോ ലിസ്റ്റ് ലെഫ്റ്റ് കാണിക്കുന്നുണ്ടല്ലോ. AP പാപ്പൻ, പരന്തു വാസു, ഷാജി പാപ്പൻ. കേക്കോ? പറ. ഓക്കെ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അപ്പൊ ഒരു സജഷൻ ആണ്. ഈ റേഡിയോയുടെ ലിസ്റ്റ് മേളിൽ നിന്ന് കുറച്ച് ഈ ലെഫ്റ്റ് സൈഡ് കോർണറിലോ അല്ലെ റൈറ്റ് സൈഡിലോ ആക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് കണ്ട ഈ റേഡിയോയുടെ ലിസ്റ്റും ഈ ഗ്യാങ് വാർ ചാറ്റും ഭയങ്കരമായിട്ട് മിക്സ്ഡ് അപ്പ് ആയിട്ടിരിക്കുക. അതെ ആണ് ബ്രോ. കാർലോടൊക്കെ ചോദിച്ചില്ലായിരുന്നോ? കാർലോൻ എന്താ പറഞ്ഞപ്പം? ഇല്ല, അവര് കൊച്ചു മാലിക് ബ്രോ, ജോണി മാമൻ അവരെല്ലാം കൂടെ പോയി. അവരെല്ലാം കൂടെ പോയി. അല്ല ഇങ്ങോട്ട് നമ്മൾ ഒരുമിച്ച് പോകാന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഞാൻ ചോദിച്ചു വരുന്നെന്ന് പറഞ്ഞു. അത് കഴിയുമ്പോഴത്തെ മാലിക് ബ്രോയും മാലിക് ബ്രോയും അവര് വന്നിട്ട് കൊണ്ടുപോയി. ഞാൻ ചോദിക്കണോ? ഒന്നുകൂടെ പോയി ചോദിക്കണോ? ഇത് ഇങ്ങോട്ട് ഡ്രാഗ് ആകത്ത എന്താ? അവര് ഡ്രാഗ്, നമ്മൾ വേറെ വേൾഡില്ല. അപ്പൊ അത് ഡ്രാഗ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടാ. നമ്മൾ വേറെ വേൾഡില്ല, നമ്മൾ വേറെ വേൾഡ് കേട്ടോ. എടാ അത് ഡ്രാഗ് ചെയ്ത് വെക്കാം. അതെ അവരിവിടെ എവിടെ ഉണ്ട്. പക്ഷെ അങ്ങനെ വേറെ വേൾഡില്ല നമ്മൾ നിൽക്കുന്നത്. ഞാൻ ഇപ്പൊ സെറ്റ് ആക്കി തരാം. അതെങ്ങനെ? അത് കൊള്ളാം കേട്ടാ. അതെങ്ങനെ വാസവൻ നീക്കി വെച്ചേ? ഞാൻ നീക്കി. എങ്ങനെ നീക്കി? എന്റെ നീങ്ങിയത് വാസവൻ നീക്കിയപ്പോ ആണോ? അത് ഞാനാ ക്രിയേറ്റ് ചെയ്തത്. ഇത് അതുകൊണ്ടായിരിക്കും. അതാണ് അത് കൊള്ളാലേ. നമുക്ക് കാർലോനോട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി വിടുന്നു. അപ്പൊ ഇതിന്റെ HUD HUD ആണോ? /HUD എന്നാണ് എന്റെ ഇത്. അടിച്ചു നോക്കി. അത് നമുക്ക് പല കളറിലും വെക്കാം വാസവനെ. ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട് അതിന്റെ അകത്ത്. മൂവ് ചെയ്യാം, ഇതാക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. പ്ലെയർ ഹെൽത്ത്, കാർസ് ആൻഡ് ബൈക്സ്, ബൈസൈക്കിള്, ബോട്ട്, എയർക്രാഫ്റ്റ്. ഇത് പിന്നെ നമ്മൾ കണ്ടിട്ട് ഓടിക്കാൻ അറിയത്തില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? ട്രെയിന്, ഫ്ലെയർ ഇൻഫോ, മാപ്പ് ആൻഡ് കവർ, ജനറൽ, പെർഫോമൻസ് മോഡ്, അൾട്രാ മോഡ്, ബാലൻസ്ഡ് മോഡ്. ഒരു കുഴപ്പമില്ല, എല്ലാവരുടെയും കയ്യിൽ നിന്ന് കിട്ടിയതല്ലേ, പ്രശ്നമില്ല. എന്താ മാപ്പ് വന്നിട്ട് പോയാ? മാപ്പ് ആൻഡ് കോമ്പസ്, റെക്ടാങ്കുലർ മിനി മാപ്പ്, സർക്കുലർ മാപ്പ്, റെക്ടാങ്കുലർ മിനി മാപ്പ്, സ്ക്വയേർഡ്. ഇത് മതി. മിനിമൽ കളർ,
കോമ്പസ് കളർ അതൊക്കെ സെലക്ട് ചെയ്യാം കേട്ടാ. എത്തി ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? പെർസെന്റേജ് ഇത് കൊള്ളാം. പെർസെന്റേജ് കൊള്ളാം. അല്ല നമ്മൾ റൗട്ടിംഗ് പാക്കറ്റ് സീറോ ആക്കിയാൽ മതി റൗട്ടിംഗ് പാക്കറ്റ്. അത് പെർസെന്റേജ് ആവുമ്പോ കറക്റ്റ് അറിയാൻ പറ്റും. മനസ്സിലായോ എത്ര ശതമാനം ഹെൽത്ത് ബാക്കിയുണ്ട്. അത് കൊള്ളാം. അതുകൊണ്ട് വാസവനെ തിരിച്ചു വന്നാ ഹാർഡ് സെറ്റ് ആക്കിയാ. ഇത് കൊള്ളാം പാപ്പ. പെർസെന്റേജ് കൊള്ളാം പാപ്പ. ഇതാവുമ്പോ കറക്റ്റ് 95% ഹെൽത്ത്. അത് എത്ര ശതമാനം കുറയുന്ന നടുവിലായിട്ട് അറിയാൻ പറ്റും. അതിന്റെ ഗ്രേഡിയന്റ് ഫുള്ള് 0 ആക്കുവാണെന്നുണ്ടെങ്കിലേ ആ വെളിയിലുള്ള സാധനം മാറിയിട്ട് അകത്തുള്ള സാധനം മാത്രമാവും. അങ്ങനെയും ചെയ്യാം. ഇല്ല ഇത് മതി. അപ്പ എനിക്ക് ഗണ്ണം തന്നെ പപ്പ. മാപ്പ് പോയി. അത് ബഗ്ഗാടാ. മാപ്പ് റീസ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ. റീസ്റ്റാർട്ട് ചെയ്താലേ കിട്ടത്തുള്ളൂ. അല്ലെ മാപ്പ് ബഗ്ഗായിരിക്കുക. അത് ഓൾറെഡി ഉണ്ടല്ലോ. ഓൾറെഡി ഉണ്ടോ? മറ്റേതിനകത്ത് നമ്മുടെ പഴയതിനകത്ത് പെർസെന്റേജ് ഉണ്ടായിരുന്നോ? പെർസെന്റേജ് ഉണ്ടായിരുന്നു ഗൈസ്. കിട്ടിയോ വാസവനെ? കിട്ടി. ബുള്ളറ്റ് കൂടെ $5 ഉണ്ടായിരുന്നാണോ? അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞ. കിട്ടിയോ? കിട്ടി. ഇത് നമ്മുടെ പഴയ എണ്ണ നമ്മുടെ കാർബൺ റൈഫിൽ തന്നെ. വേറെ മാറ്റമൊന്നുമില്ല. ഇത് കൊള്ളാം. നല്ല മാറ്റം ഉണ്ടാവും. ഇത് കൊള്ളാം. വെറൈറ്റി. ഗുഡ് നൈസ്. കിട്ടിയില്ലേ? കിട്ടി. ഇതിന്റെ അകത്ത് ഹീലബിൾസ് ഒന്നും ഇല്ല. പുതിയ കണ്ണുണ്ടോ? പുതിയ കണ്ണ് എന്തെങ്കിലുണ്ടോ? പുതിയ കണ്ണ് വരുന്നുണ്ട് വാസവനെ. നമ്മളിപ്പം കറക്റ്റ് ആയിട്ട് എല്ലാം ഇതാക്കിയിട്ടില്ല. എല്ലാം നമ്മൾ ഇപ്പോഴും റിലീസ് ചെയ്യുന്നില്ല. നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ടങ്ങ് പോകും. അവർക്ക് എല്ലാവർക്കും നമുക്ക് ഇതിന് മുന്നത്തെ പല ലോഞ്ചിൽ മിസ്റ്റേക്ക് ആണ്. നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിടും. ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാരും അത് കാണും. തീർന്നു. മനസ്സിലായ? പിന്നെ ഒരു പുതുമയില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത് പതുക്കെ ഓരോരോ ആഴ്ചകളിലായിട്ട് ഓരോരോ സാധനങ്ങൾ പതുക്കെ വരും. അപ്പം എപ്പോഴും ആ ഒരു പുതുമ നമുക്ക് കീപ്പപ്പ് ചെയ്യാം. അത് ഇപ്പൊ പണയം വെച്ചേക്കുന്ന സ്വർണ്ണമൊക്കെ ഇനി എടുത്ത് ഒന്നുകൂടെ വീണ്ടും വെക്കണ്ടേ? അതിനുള്ള സമയം കൂടെ വേണ്ടേ? അല്ല, അത് നാളെ പോട്ടെ അത് വേറൊരു പുതുമ. അയ്യോ സ്കിർലെക്സ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ. അവരോട് ചോദിക്കും പലിശ മാത്രം അടയ്ക്കുന്നുള്ളൂ, സാധനം എടുക്കണ്ടേ? പതുക്കെ എടുക്കാതെ. അത് എനിക്കറിയാലോ നന്നായിട്ട്. സ്കിർലെക്സ് ബ്രോ താങ്ക് യു സോ മച്ച്. എക്സ്ചാറ്റിൽ താരാദാസ്. ഈ എക്സ്ചാറ്റ് T/Xchat ആണോ ഗയ്സ്? ഹലോ വാസവനെ. ഹായ്. ഹലോ. പറ. എനിക്ക് എല്ലാരും ഒന്ന് എനിക്ക് ഒന്ന് മുന്നിട്ട് വന്നു എല്ലാരും ഒന്ന്. എനിക്ക് വന്ന് മറ്റേ റൗട്ടിംഗ് പാക്കറ്റ് മാറി കിടക്കുന്നു. റെഡി ആയോ നമ്മുടെ? ഒരു മിനിറ്റ്. എന്റെ മാപ്പ് ഇപ്പോഴും കിടന്ന് മിന്നു കേട്ടാ. അത് ലോഗൗട്ട് ചെയ്യിപ്പിച്ചിട്ട് ഇതാക്കണം. ബ്രോ ഹായ് സർബത്ത് ഷമീർ ഹായ്, അപ്പുക്കുട്ടൻ ഹായ്. ലോഗൗട്ട് നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. ഒരു വണ്ടി തരുമോ സാത്താൻ എക്സ് താരാദാസ് ഹായ് വാസവണ്ണ. T/Xchat നമ്പർ ചോദിച്ച നാട്ടിലെല്ലാം കാണും.